ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക്സ് ക്ലാസ് റൂം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷണ്ട് ഓർ പാരലൽ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഉദാഹരണമായ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഉദാഹരണമായ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററാണ് കാണുക. ഈ പേരിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്. ട്രാൻസിസ്റ്ററാണ് ഇവിടെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് സീരീസിലാണ് നമ്മൾ അതിൻ്റെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിന് ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച റെഗുലേറ്ററിൽ നിന്നുള്ള വ്യത്യാസമെന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിലെ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഒരു സിംഗിൾ എലമെൻറ്റ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരുന്നു. എന്നാൽ ഇവിടെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ 3 കമ്പോണൻസ് ഉപയോഗിക്കുന്നു. ഒരു സർക്യൂട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ Q, അതിൻ്റെ ബേസിലേക്ക് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെനർ ഡയോഡ്, ഇതിന് ബയാസിങ് പ്രോപ്പർ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായി കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ R. ഈ 3 കമ്പോണൻറ്റുകൾ ചേരുന്നതാണ് നമ്മുടെ റെഗുലേറ്റിംഗ് സർക്യൂട്ട്. ഇനി നമുക്ക് സർക്യൂട്ടിലെ കമ്പോണൻറ്റുകളൊന്ന് പരിചയപ്പെടാം. ഇൻപുട്ട് വോൾട്ടേജ്, അത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് ആണെന്ന് നമുക്കറിയാം. അതിലേക്ക് റെഗുലേറ്റിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും സെനർ ഡയോഡും. ട്രാൻസിസ്റ്ററിന് സീരീസിലായി ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണത്തെ കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് RL കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രാൻസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് ലോഡിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഈ ട്രാൻസിസ്റ്ററും ലോഡും സീരീസിലാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ സർക്യൂട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷനാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ഈ സർക്യൂട്ട് നോക്കിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ്, ഈ പോയിൻറ്റിൽ പോസിറ്റീവും ഈ ലോഡ് റെസിസ്റ്റൻസിൻ്റെ താഴെ നെഗറ്റീവും പൊളാരിറ്റിയിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുക. അത് നോക്കുക, കണക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് സെനർ ഡയോഡിൻ്റെ ആനോഡിലേക്കുമാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റുകൾക്കിടയിൽ വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ 2 പോയിൻറ്റുകൾക്കിടയിൽ വരുന്ന വോൾട്ടേജാണ് ഒന്ന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് VB എന്ന് പറയുന്ന വോൾട്ടേജ്. NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് VBയുടെ പൊളാരിറ്റി എപ്പോഴും ബേസിൽ പോസിറ്റീവ് പൊളാരിറ്റിയും എമിറ്ററിൽ നെഗറ്റീവ് പൊളാരിറ്റിയുമായിരിക്കും. അതുപോലെ രണ്ടാമത്തെ വോൾട്ടേജ് സെനർ ഡയോഡിനെ കുറിച്ചുള്ള വോൾട്ടേജ് റിവേഴ്സ് ബയാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാഥോഡിൽ പോസിറ്റീവ് പൊളാരിറ്റിയും ആനോഡിൽ നെഗറ്റീവ് പൊളാരിറ്റിയും ആയിരിക്കും. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മൾ നിർണ്ണയിക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഇഫക്റ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ലഭ്യമാകുക. അപ്പോൾ നോക്കുക, ഈ സെനർ ഡയോഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് മുകളിൽ തന്നെയാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി കൺസിഡർ ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ ആ കണക്ഷൻ വരുന്നു, പോസിറ്റീവ് കണക്ഷൻ വരുന്നു. അതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിന് നെഗറ്റീവിലേക്കാണ്. അതുകൊണ്ട് ഈ V ഔട്ടിന് പോസിറ്റീവായിട്ടാണ് ഈ സെനർ വോൾട്ടേജിന് അനുഭവപ്പെടുക. എന്നാൽ ഈ ബേസ് എമിറ്റർ വോൾട്ടേജ് VBയുടെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് VBയുടെ നെഗറ്റീവും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ നെഗറ്റീവിലേക്ക് VBയുടെ പോസിറ്റീവും കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഔട്ട്പുട്ടിന് ഈ ബേസ് എമിറ്റർ വോൾട്ടേജിനെ അനുഭവപ്പെടുക നെഗറ്റീവ് ഓപ്പോസിറ്റീവ് പൊളാരിറ്റിയിലാണ്, അതായത് നെഗറ്റീവ് വോൾട്ടേജായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് Vout ഈസ് ഈക്വൽ ടു VZ മൈനസ് VB എന്ന് എഴുതാവുന്നതാണ്. VZൻ്റെയും സെനർ വോൾട്ടേജിൻ്റെയും ബേസ് എമിറ്റർ വോൾട്ടേജിൻ്റെയും ഇഫക്റ്റീവ് വാല്യൂ ആണ്, സമ്മാണ്. പക്ഷേ അത് VZനെ പോസിറ്റീവായിട്ടും VBയെ നെഗറ്റീവുമായിട്ടാണ് ഔട്ട്പുട്ടിൽ എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ Vout ഈസ് ഈക്വൽ ടു VZ മൈനസ് VB എന്നായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് ഓംസ് ലോ പ്രകാരം നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL, Vout ഈസ് ഈക്വൽ ടു IL ഇൻറ്റു RL എന്നും എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കാനാവും. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷനെ കോൺസ്റ്റൻ്റായി നിലനിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, 2 കാരണങ്ങളാലാണ് ഒരു അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുക. ഒന്ന് ഇൻപുട്ട് വോൾട്ടേജിലുള്ള അഥവാ ലൈൻ വോൾട്ടേജിലുള്ള വേരിയേഷൻസ് കൊണ്ട്, 2 ലോഡ് വേരി ചെയ്യുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുകയും അങ്ങനെ ലോഡ് കറണ്ട് വേരി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു.
അപ്പോൾ ഈ രണ്ട് കേസുകളെയും നമ്മൾ സെപ്പറേറ്റ് അനലൈസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു എന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നതുള്ളൂ. ഫസ്റ്റ് കേസ്, ഇഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുറയുന്നതിന് കാരണം ലോഡ് വേരിയേഷൻ ആകാം, അതല്ലെങ്കിൽ ഇൻപുട്ട് ലൈൻ വോൾട്ടേജ് വേരിയേഷൻ ആകാം. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജിലൊരു കുറവുണ്ടായാൽ തീർച്ചയായും ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലും ആ കുറവുണ്ടാകണം, എങ്കിലേ ഈക്വൽ സൈൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഈ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് സെനർ ഡയോഡിനെ നമ്മൾ ബ്രേക്ക് ഡൗണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ വേരി ചെയ്യാൻ സാധിക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് പൊട്ടൻഷ്യലായ ബേസ് എമിറ്റർ വോൾട്ടേജിനെ വേരി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടുന്നു എന്നാണ്, എങ്കിലേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ഇഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് വി ബി ഇൻക്രീസസ് സിൻസ് വി ഇസഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സെനർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടാനിടയാകുന്നു. ദ ഇൻക്രീസ് ഇൻ വി ബി ഇ കോസ് transistor Q to conduct more so that IL increases, thereby raises the output voltage. Thus, the output voltage maintained at a constant level. അതായത് വി ഔട്ട് കുറയാനിടയായാൽ നമ്മുടെ ഈക്വേഷൻ പ്രകാരം വി ബി ഇ കൂടുന്നു. വി ബി ഇ കൂടുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കുറയുകയും അതിൽ കൂടെ കൂടുതൽ കറണ്ടിനെ കടത്തിവിടുകയും ചെയ്യുന്നു. ലോഡ് കറണ്ട് കൂടുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഈ ഇക്വേഷൻ പ്രകാരം ലോഡ് കറണ്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നു. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിലുണ്ടായ കുറവ് അതിനാനുപാതികമായിട്ടാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് വോൾട്ടേജിൽ ഇൻക്രീസ് ഉണ്ടാകുന്നത്. അതിനാനുപാതികമായിട്ടാണ് അതിൽ കൂടെയുള്ള കറണ്ട് കൂടി ലോഡ് കറണ്ട് വർദ്ധിക്കുന്നത്. അതിനാനുപാതികമായിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുമാത്രം കുറവുണ്ടായോ, ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തുമാത്രം കുറവുണ്ടായോ അത്രയും വോൾട്ടേജ് തന്നെ ഇവിടെ കൂടുകയും IL കൂടുന്നതിൻ്റെ ഭാഗമായി കൂടുകയും ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയും ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടാനിടയായാൽ എന്ത് സംഭവിക്കും? ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ സെനർ ഡയോഡിന് വേരി ചെയ്യാൻ സാധിക്കില്ല. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സെനർ ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇൻക്രീസ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? വി ബി എന്ന് പറയുന്ന ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയണം. ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുമ്പോൾ അതിൻ്റെ ബയാസിംഗ് വോൾട്ടേജാണ് കുറയുന്നത്. ബയാസിംഗ് കുറഞ്ഞാൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. ട്രാൻസിസ്റ്ററിലുള്ള കറണ്ട് ഫ്ലോ കുറയും. കറണ്ട് ഫ്ലോ കുറഞ്ഞാൽ IL കുറയും. IL കുറയുമ്പോൾ IL × RL എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്നു. അങ്ങനെ ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ അത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. If the output voltage increases, the decreased base emitter voltage causes the transistor Q to conduct less, thereby reduces the output voltage. Consequently, the output voltage is maintained at a constant level. Output voltage കുറയുമ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് ഈ ഇക്വേഷൻ പ്രകാരം ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടുകയും ട്രാൻസിസ്റ്റർ കൂടുതലായി കണ്ടക്ട് ചെയ്ത് ലോഡ് കറണ്ട് വർദ്ധിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയും, ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ വി ബിയുടെ വാല്യൂ കുറയുകയും ബയാസിംഗ് വോൾട്ടേജ് കുറയുന്നതുകൊണ്ട് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത് കുറയുകയും ലോഡ് കറണ്ട് കുറയുകയും അങ്ങനെ ലോഡ് കറണ്ട് കുറയുന്നതിൻ്റെ ഭാഗമായി ഔട്ട്പുട്ട് വോൾട്ടേജ് IL × RL കുറഞ്ഞ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ തന്നെ കണ്ടു, ലോഡിന് ആവശ്യമായ ലോഡ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ലോഡിന് ആവശ്യമായ കറണ്ട് മാത്രമാണ് അത് സോഴ്സിൽ നിന്നും ഡ്രോ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടായിരുന്നു, സോഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് ഇൻപുട്ട് കറണ്ടായി അവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു. നമുക്ക് ലോഡിന് ആവശ്യമുള്ള കറണ്ട് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കറണ്ട് സെനർ ഡയോഡിലൂടെ ഗ്രൗണ്ട് ചെയ്ത് നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്തത്. ലോഡിന് ആവശ്യമില്ലെങ്കിലും സോഴ്സിൽ നിന്ന് എടുക്കുന്ന കറണ്ട് കോൺസ്റ്റൻറ്റ് കറണ്ടായിരുന്നു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ. എന്നാൽ ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ കറണ്ടിനെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല. നമുക്ക് ലോഡിന് ആവശ്യമായ കറണ്ട് മാത്രമേ നമ്മൾ സോഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റമാണ്. ദ സർക്യൂട്ട് ഡ്രോസ് കറണ്ട് ഫ്രം ദി സപ്ലൈ
according to the load requirement. It makes the system highly energy efficient. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. വളരെ ചെറിയ രണ്ട് ഡിസഡ്വാൻറ്റേജുകളാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കോൺസ്റ്റൻറ്റ് ബിക്കോസ് ബോത്ത് വി ബി ആൻഡ് വി സെഡ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ റൂം ടെമ്പറേച്ചർ. നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എല്ലാം സെമി കണ്ടക്ടർ കമ്പോണൻസ് ആണെന്ന് നമുക്കറിയാം. സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സുമുണ്ട്, മൈനോറിറ്റി കാരിയേഴ്സുമുണ്ട് എന്ന് നമുക്കറിയാം. ഈ മൈനോറിറ്റി കാരിയേഴ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഒരു കാര്യമായ വേരിയേഷൻ ഉണ്ടായാൽ അത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണത്തെ ബാധിക്കുകയും അതുവഴി കറണ്ടിനെയും അതിനെക്കുറിച്ചുള്ള വോൾട്ടേജിനെയൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ കാര്യമായ വേരിയേഷൻ ഉണ്ടായാൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജും സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാവുകയും അത് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അത് കാര്യമായ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് കനോട്ട് ബി ചേഞ്ച്ഡ് ഈസിലി ആസ് നോ സച്ച് മീൻസ് ആർ പ്രൊവൈഡഡ്. അതായത് നമുക്കിതിനെ ഒരു വേരിയബിൾ പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാരണം അതിനുള്ള സംവിധാനങ്ങളൊന്നും ഈ ട്രാൻസിസ്റ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിൽ നൽകിയിട്ടില്ല. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ കുറിച്ച് കാണാം. അപ്പോൾ IC എന്താണെന്ന് നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്, അതായത് ഒരു സർക്യൂട്ടിനെ അതിൽ വളരെയധികം കമ്പോണൻസ് ഉണ്ടാകും. ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, ഡയോഡ്, കപ്പാസിറ്റർ തുടങ്ങിയ നിരവധി കമ്പോണൻറ്റുകളുണ്ടാവും. ഇതിനെ എല്ലാത്തിനെയും ഒരു ചെറിയ സെമി കണ്ടക്ടർ വേഫറിലേക്ക് ഉൾപ്പെടുത്തി വളരെ ചെറിയ ഒരു സിംഗിൾ കമ്പോണൻ്റാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് അഥവാ IC ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ആദ്യം കണ്ട വോൾട്ടേജ് റെഗുലേറ്ററിൽ അതൊരു സിംഗിൾ കമ്പോണൻ്റ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരുന്നു സെനർ ഡയോഡ്. അതിന് ചില ഡിസഡ്വാൻറ്റേജുകളുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കണ്ട വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അത് ഒന്നിലധികം കമ്പോണൻസ് ഉപയോഗിച്ചു കൊണ്ടുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പ്രാക്ടിക്കൽ യൂസിലേക്ക് വരുമ്പോൾ അതിൽ പല ഘടകങ്ങളും കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരൊറ്റ സെമി കണ്ടക്ടർ വേഫറിലേക്ക് ഉൾക്കൊള്ളിച്ച് ഒരൊറ്റ കമ്പോണൻ്റാക്കി മാറ്റുന്നതിനെയാണ്, ആ രൂപത്തിലുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെയാണ് IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. Regulator IC unit contains the circuitry for reference source, comparator amplifier, control device and overload protection circuit within a single IC. ഒരു ICയിൽ തന്നെ വോൾട്ടേജ് റെഗുലേറ്ററിന് ആവശ്യമായ റെഫറൻസ് സോഴ്സ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു. അവിടെ സെനർ ഡയോഡാണ് വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കമ്പറേറ്റർ ആംപ്ലിഫയർ, വോൾട്ടേജിനെ കമ്പയർ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സർക്യൂട്ടറി. കൺട്രോൾ ഡിവൈസ്, കറണ്ടിനെയും വോൾട്ടേജിനെയും നിയന്ത്രിക്കുന്നതിനുള്ള സർക്യൂട്ടറി. ആൻഡ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് ഓവറായി അല്ലെങ്കിൽ ഈ വോൾട്ടേജ് റെഗുലേറ്ററിന് സാധിക്കാത്തതിലുമധികം കറണ്ട് ഡ്രോ ചെയ്യാൻ നിർബന്ധിതമാകുന്നെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള സർക്യൂട്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങിയതായിരിക്കും ഒരു IC വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. They are of low cost, high reliability, reduced size and excellent performance. ഒരു വലിയ സർക്യൂട്ടിനെ ഒരു ചെറിയ സെമി കണ്ടക്ടർ വേഫറിൽ ഉൾക്കൊള്ളിച്ച് ഒരൊറ്റ കമ്പോണൻ്റാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇതിൻ്റെ സൈസ് വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു. നമുക്ക് സൈസ് കുറയുന്നതിനനുസരിച്ച് അതിനെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ കറണ്ട് അഥവാ റിക്വയർഡ് പവർ വളരെ കുറവായിരിക്കും. അതോടൊപ്പം അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ചെറുതായതുകൊണ്ടും ചെറിയ കറണ്ടിലും വോൾട്ടേജിലും പ്രവർത്തിക്കുന്നതുകൊണ്ടും സെപ്പറേറ്റ് കമ്പോണൻസ് ആയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ റിലയബിലിറ്റിയും പെർഫോമൻസും വളരെ നല്ലതുമായിരിക്കും. ഇനി IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഇതിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്നും അഡ്ജസ്റ്റബിൾ ഓർ വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്നും. ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനാകാത്ത ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റർ, അതിനെയാണ് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുക. അഡ്ജസ്റ്റബിൾ ഓർ വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് ആവശ്യമായ വോൾട്ടേജിലേക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് 5 വോൾട്ട്, 10 വോൾട്ട്, 2 വോൾട്ട്, 20 വോൾട്ട് അതിൻ്റെ അലൗഡ് റേഞ്ച് എത്രയാണോ ആ റേഞ്ചിനുള്ളിൽ വേരി ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സിനെയാണ് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയും.
ഇത് രണ്ടും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന്. അതായത് ഇത് രണ്ടിലും പോസിറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുന്ന റെഗുലേറ്റേഴ്സും ഉണ്ട്, നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന വോൾട്ടേജ് റെഗുലേറ്റേഴ്സും അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലെ ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ കാണുന്നത്, പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണോ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ലേബൽ അനുസരിച്ച്, അതിന് കൊടുത്തിരിക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പർ അനുസരിച്ച്. 78XX ഓർ 7800 സീരീസ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരിക്കും. അതൊരു 3 ടെർമിനൽ ഡിവൈസുമാണ്. ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഇതിൻ്റെ നമ്പർ 7805 ആണ്. 78 എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന ഐ സി ആണെന്നാണ്. XX എന്ന സ്ഥാനം റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് ഔട്ട്പുട്ടിൽ നൽകുന്ന വോൾട്ടേജാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത് 05 ആണ്. അതുകൊണ്ട് 7805 എന്ന് പറയുന്ന ഐ സി പോസിറ്റീവ് 5 വോൾട്ടേജ് അഥവാ +5 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുന്ന ഐ സി ആണ്. ഇനി അതിൻ്റെ പിൻ ഡയഗ്രം നമുക്ക് നോക്കാം. ഇതൊരു 3 ടെർമിനൽ ഡിവൈസാണ്. 3 പിന്നുകളാണ് ഈ ഐ സിക്കുള്ളത്. 1, 2, 3. അതിലൊന്നാമത്തെ പിന്ന് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതിനാണ്, അതായത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് കണക്ട് ചെയ്യുന്നതിനുള്ള പിന്ന്. രണ്ടാമത്തെ പിന്ന് ഗ്രൗണ്ട് ടെർമിനലാണ്, അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ടെർമിനൽ. മൂന്നാമത്തേത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലോഡിനെ നമുക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള ടെർമിനലാണ് മൂന്നാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് വിവിധ വോൾട്ടേജുകളിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ ടേബിളിൽ കാണിച്ചിരിക്കുക. അതിൻ്റെ പാർട്ട് നമ്പർ ഐ സി നമ്പർ കൊടുത്തിട്ടുണ്ട്. 7805 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് +5 ആയിരിക്കും. മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് റിക്വയർമെൻ്റ് ആണ്. ഈ 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിനായി ആവശ്യമായ മിനിമം ഇൻപുട്ട് വോൾട്ടേജാണ് ഇവിടെ 7.3 വോൾട്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, സെനർ ഡയോഡുകൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിലെ ഒരു കമ്പോണൻ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ആ സെനർ ഡയോഡുകൾ റിവേഴ്സ് ബയാസിലായിരിക്കണം. റിവേഴ്സ് ബയാസിലായിരിക്കണമെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് അതിനെ റിവേഴ്സ് ബയാസ് ചെയ്യുന്നതിനാവശ്യമായി അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം. ഇന്ന് നമ്മൾ കണ്ട എക്സാമ്പിളിൽ കണ്ടു, അവിടെ സെനർ ഡയോഡ് മാത്രമല്ല ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്, റെസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സർക്യൂട്ടുകൾ വരുമ്പോൾ അതിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പ്ലസ് അതിലേക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ പോലെയുള്ള കമ്പോണൻറ്റുകളിലെ വോൾട്ടേജ് ഡ്രോപ്പ്, അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ് എന്താണോ അതിനേക്കാളും കൂടിയ ഒരു വോൾട്ടേജ് ആയിരിക്കണം എപ്പോഴും ഈ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൻ്റെ ഇൻപുട്ടിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൻ്റെ മിനിമം ഇൻപുട്ട് റിക്വയർമെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടെ നമുക്ക് 8 ഡിഫറൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. 7805 +5 വോൾട്ട് ഔട്ട്പുട്ട് നൽകുന്നു. 7806 +6 വോൾട്ട് ഔട്ട്പുട്ട് നൽകുന്നു. 7808, 7810, 7812, 7815 അങ്ങനെ 7824 വരെ. 7824 ഐ സിയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് +24 ആയിരിക്കും. അതിൻ്റെ മിനിമം ഇൻപുട്ട് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 27.1 വോൾട്ടാണ്. ഇനി എങ്ങനെയാണ് ഒരു ഐ സി വോൾട്ടേജ് റെഗുലേറ്ററിനെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. കണക്ഷൻ ഡയഗ്രാം ഓഫ് ഐ സി 7805. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കണക്ഷനാണ് കാണിച്ചിരിക്കുക. ഇനി നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഏത് വോൾട്ടേജ് റെഗുലേറ്റർ ആണെങ്കിലും അതിൻ്റെ കണക്ഷന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകുകയില്ല. അതായത് 7805ൻ്റെ ഒന്നാമത്തെ പിന്ന് ഇൻപുട്ട് ടെർമിനലായിട്ട് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പിന്നെ ഗ്രൗണ്ട് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ ടെർമിനൽ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് റെഗുലേറ്റഡ് വോൾട്ടേജ് നൽകുന്നു. ഇവിടെ അഡീഷണൽ ആയിട്ട് 2 കപ്പാസിറ്ററുകൾ നമുക്ക് കാണാം. ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ C1ഉം ഔട്ട്പുട്ട് കപ്പാസിറ്റർ C2ഉം. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. ദ ഇൻപുട്ട് കപ്പാസിറ്റർ C1 bypasses any spike voltage in the input so as to make the operation of IC stable. ഇൻപുട്ട് കപ്പാസിറ്ററിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ടിൽ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നു, അവിടെ പവർ ഓൺ ചെയ്യുകയോ ഓഫ് ആക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യാനോ
അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ, ഒരു സ്പൈക്ക് വോൾട്ടേജ് ഈ റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സഡൻ ചേഞ്ചിനെ, വോൾട്ടേജിലുണ്ടാകുന്ന സഡൻ ചേഞ്ചിനെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുന്നതിന് വേണ്ടിയാണ്, ഐ സിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്, ഐ സിയെ സ്റ്റേബിളായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇൻപുട്ട് കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. The output capacitor C2 avoids the sudden changes in the output voltage when the load is suddenly changed. ഇപ്പോൾ നമ്മൾ ഈ പവർ സപ്ലൈ ഓൺ ആക്കിക്കൊണ്ട് തന്നെ ഈ ലോഡ് മാറ്റി മറ്റൊരു ഉപകരണം കണക്ട് ചെയ്ത് അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമുണ്ടായാൽ ആ ലോഡ് ഡിസ്കണക്ട് ചെയ്തും പുതിയ ഒരെണ്ണം കണക്ട് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൽ സഡൻ ചേഞ്ചസ് ഉണ്ടാകാം. നമ്മൾ ഇൻപുട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ആ വോൾട്ടേജിലുണ്ടാകുന്ന സഡൻ ചേഞ്ചസിനെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുന്നതിനുണ്ട്, ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നതിന് ഔട്ട്പുട്ട് ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഔട്ട്പുട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ഉപയോഗിക്കുമ്പോൾ ഇൻപുട്ട് കപ്പാസിറ്ററും ഔട്ട്പുട്ട് കപ്പാസിറ്ററും മസ്റ്റാണ്. ഇൻപുട്ട് കപ്പാസിറ്റർ ഈ ഐ സിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ സ്റ്റേബിളാക്കി നിർത്തുന്നതിന് വേണ്ടി, സഡൻ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി. ഔട്ട്പുട്ട് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ലോഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്തെങ്കിലും സഡൻ ചേഞ്ചസ് ഉണ്ടായാൽ അതിനെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുന്നതിന് വേണ്ടി, ലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഔട്ട്പുട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഇനി നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ നമ്പറിൽ നിന്ന് തന്നെയാണ്. 7-9 സീരീസ് ഐ സീസ് ആണ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സായിട്ട് അറിയപ്പെടുന്നത്. 79XS എന്ന് പറയുമ്പോൾ 79 അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നു, നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. XX എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിജിറ്റ് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. അപ്പോൾ 7905 ഐ സി ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് -5 വോൾട്ട് ആയിരിക്കും. അതിൻ്റെയും റിക്വയർഡ് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും, -7.3 വോൾട്ടാണ്. 7906 ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് -6. അതുപോലെ 7908, 09, 12, 15, 18, 79, 24. 7924ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് -24 ആയിരിക്കും. അതിൻ്റെ റിക്വയർഡ് ഇൻപുട്ട് വോൾട്ടേജ് -27.1 വോൾട്ട് ആയിരിക്കും. ഇനി നമുക്ക് ഈ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പിൻ ഡയഗ്രാം ഒന്ന് നോക്കാം. 78 സീരീസിൽ നിന്നും വ്യത്യസ്തമായി 78 സീരീസിൻ്റെ ഒന്നാമത്തെ പിൻ ഇൻപുട്ട്, രണ്ടാമത്തത് ഗ്രൗണ്ട്, മൂന്നാമത്തെ ഔട്ട്പുട്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒന്നാമത്തെ ഇൻപുട്ട് ഗ്രൗണ്ട് ടെർമിനലും രണ്ടാമത്തത് ഇൻപുട്ട് ടെർമിനലും മൂന്നാമത്തത് ഔട്ട്പുട്ട് ടെർമിനലുമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം, സർക്യൂട്ടിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 79 സീരീസ് ഐ സി, അത് 05 വോൾട്ടിൻ്റെ ആകാം, 24 വോൾട്ടിൻ്റെ ആകാം, -15 ആകാം, -9 ആകാം. ഏത് ഐ സി ആണെങ്കിലും അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഒരുപോലെയായിരിക്കും. സെക്കൻഡ് പിന്നാണ് ഇൻപുട്ട് ടെർമിനൽ എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അത് ഇൻപുട്ട് വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ നെഗറ്റീവ് ടെർമിനലായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് പിൻ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു, അത് കോമൺ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ പിൻ ഔട്ട്പുട്ട് ടെർമിനലാണ്, അതിലേക്കായിരിക്കും നമ്മൾ ലോഡിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ടെർമിനലിൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻപുട്ടിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജിലെ സഡൻ ചേഞ്ചസിൽ നിന്നും ഈ ഐ സിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻപുട്ടിലൊരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ലോഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഔട്ട്പുട്ട് വോൾട്ടേജിലുണ്ടാകുന്ന വേരിയേഷനെ ഗ്രൗണ്ട് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നതിന് വേണ്ടി ഔട്ട്പുട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിൻ ഡയഗ്രത്തിലുള്ള പിന്നിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററുമായിട്ട്. നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ കണക്ഷനിൽ ബാക്കി യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് ഒരു സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിനൊരു ഉദാഹരണം, അതായത് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്. അതിനുശേഷം ഐ സി രൂപത്തിലുള്ള വോൾട്ടേജ് റെഗുലേറ്ററുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിലെ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സാണ് നമ്മൾ കണ്ടത്. പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററായ 78 സീരീസും നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററായ 79 സീരീസും. താങ്ക് യു.